ആ നിക്ക് ഞാൻ ഇങ്ങോട്ട് ഒതുക്കാം. അമ്മേ, ഓ അമ്മയുടെ ഈ വെയിലത്ത് പോയത്? അമ്മ ലേശം ചെമ്മീനുണ്ടായിരുന്നു മോളെ, അതുകൊണ്ട് പോയതാന്ന്. എന്തിനാന്നമ്മ? ഞാൻ അമ്മേനോട് പറയല്ലേ ഈ വെയിലത്ത് ചെമ്മീനൊന്നും കൊണ്ട് പോണ്ടാന്ന്. അത് സാരല്ല മോളെ, മോളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലേ. എല്ലാ കാര്യത്തിനും മോളെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോ അമ്മക്കും വിഷമമില്ലേ. അതുകൊണ്ട് തീർന്നു, ചെമ്മീൻ തീർന്നു. ലേശം ഉണ്ട് ബാക്കിയില്. എന്നാ ബാ വീട്ടിലേക്കല്ലേ? ഇനി വീട്ടിലേക്ക്. എന്നാ ബാ ഞാൻ കൊണ്ടാക്കാം. ഇതെന്താ ഉണക്ക ചെമ്മീനാ? അമ്മ ഉണക്ക ചെമ്മീൻ വിൽക്കാൻ പോയത്. ഞാൻ പറഞ്ഞ അമ്മേനോട് കേറിക്കോന്ന്, വീട്ടിൽ കൊണ്ടാക്കാല. എടി ഉണക്ക ചെമ്മീനൊക്കെ ആയിട്ട് നീ പുതിയ വണ്ടി കയറിയിട്ട് വണ്ടി മൊത്തം നാറും. അല്ലെങ്കിൽ തന്നെ വല്ലാത്ത സ്മെല്ലാണ്, മനുഷ്യനെ അടിച്ചിട്ട് വയ്യ. നീ ഉണക്ക ചെമ്മീനായിട്ട് വല്ല വണ്ടിക്കറ്റ് വേറെ വല്ല ഓട്ടോഷായിട്ട് വിളിച്ച് വരാൻ വേണ്ടി പറ. പുതിയ കാറെ കൊണ്ട് ഉണക്ക ചെമ്മീൻ കയറ്റാൻ വേണ്ടി പോയാണ്. നീ കയറിയേ വാ, അമ്മ വല്ല നടന്നു വന്നോളൂ. അല്ലെങ്കിൽ ഒരു ഓട്ടോഷായിട്ട് വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടി പറ. മനുഷ്യൻ നാറിയിട്ട് ഉണക്ക ചെമ്മീൻ കൊണ്ടുകൊണ്ട് പുതിയ വണ്ടി കയറ്റാനായിട്ട്. കേറി ബാ കേറി പോവാൻ നോക്കാലോ. മോളൊരു കാര്യം, മോള് പോയിക്കോ. അമ്മ ഓട്ടോ ശരി തന്നെ, സജസ്റ്റ് പറഞ്ഞ ശരി തന്നെ. ചെമ്മീൻ വല്ലാണ്ട് മണക്കും മോളെ. ശരി, അമ്മ ഓർത്തില്ല, പുതിയ വണ്ടിയല്ലേ. മോള് പോയിക്കോ, അമ്മ പോയിക്കോ കേട്ടാ. അമ്മ പോകേ. ഉണക്ക ചെമ്മീനായിട്ട് നീ അമ്മയോട് വണ്ടി കയറാൻ വേണ്ടി പറയുന്നത്? വണ്ടി വെറുതെ കൊളാക്കാനായിട്ട്. ഇതെന്താ ബോധമില്ലേ പുതിയ വണ്ടിയാണെന്നുള്ള? അമ്മ എങ്ങനെയും വന്നോളൂലേ? നല്ല കഥ തന്നെ. എന്തടി വണ്ടി നിർത്തേ. അമ്മ നടന്നു പോയിക്കോളാം. അമ്മേന്റെ കൂടെ ഞാനും നടക്കവാ. എന്ത് കേറാത്തെ? വന്ന് കേറി. വേണ്ടേട്ടാ, എന്റെ അമ്മ ഈ വണ്ടി കയറിയാൽ ഉണക്കച്ചെമ്മീൻ മണക്കുമല്ലേ ഏട്ടന്? ഏട്ടനൊരു കാര്യം അറിയുവാ? ഞാൻ ജനിച്ച കാലം മുതലേ ഇല്ലേ എന്റെ അമ്മ ഈ ഉണക്കച്ചെമ്മീനും കൊണ്ട് നടക്കുന്നതാന്ന്. അതുകൊണ്ടാണ് എന്നെ പഠിപ്പിച്ചതും വളർത്തിയതല്ലോ. എന്റെ അമ്മ ഏട്ടന്റെ ഈ പുതിയ കാറിൽ കയറിയാൽ ഉണക്കച്ചെമ്മീൻ മണക്കുമെങ്കിൽ എനിക്കും ആ വണ്ടിയിൽ കയറാൻ പറ്റൂല ഏട്ടാ. കാരണം ഈ അമ്മേന്റെ മോളാന്ന് ഞാൻ. ഈ അമ്മ എന്നെ വളർത്തിയത് ഈ ഉണക്കച്ചെമ്മീൻ വിറ്റിട്ടാന്ന്. അപ്പൊ ഞാനും ഏട്ടന്റെ ഈ വണ്ടി കയറിയ നാറുവേട്ടാ. വേണ്ട, എന്റെ അമ്മേന്റെ കൂടെ ഞാനും നടന്നിട്ട് പോയിക്കോളാം. ഞാൻ അങ്ങനെ പറഞ്ഞല്ലടി. സ്വന്തം കുടുംബത്തിനു വേണ്ടി, മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഓരോ അച്ഛനമ്മമാരും ഓർക്കാറില്ല, താൻ ദിവസവും കൈകൊണ്ടെടുക്കുന്ന മീനിന് മണമുണ്ട്, താൻ ജോലി ചെയ്യുന്ന കൃഷിയിടങ്ങളിലെ ചേറിന് മണമുണ്ട്, ദിവസവും എടുത്തു പൊന്തിക്കുന്ന കല്ലിന് ഭാരമുണ്ട്, ചുട്ടുപൊള്ളുന്ന വെയിലിന് ചൂടുണ്ടോ എന്നൊന്നും. കാരണം അവർ ജീവിക്കുന്നത് സ്വന്തം കുടുംബത്തിനും മക്കൾക്കും വേണ്ടിയാണ്. പക്ഷെ ചില മക്കളെങ്കിലും അതൊക്കെ മറന്നു പോകാറുണ്ട്. വളർന്നു വലുതാകുമ്പോൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ആ അച്ഛനമ്മമാരുടെ വിയർപ്പിന്റെ മണം പിടിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ ഒന്നോർക്കുക, അവരുടെ ഓരോ ദിവസത്തെയും വിയർപ്പാണ് ഇന്ന് നിങ്ങളിലൂടെ ഓടുന്ന ഈ ചോര. അവർ ചോര നീരാക്കി ജോലി ചെയ്തതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ നിലയിലെത്തിയത്. എന്തായാലും ഇവിടെ ഈ മകൾ അത് മറന്നില്ല, അമ്മയെ ചേർത്ത് പിടിച്ചു. ഈ മകൾ തന്നെയാണ് ആ അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യം.